വചനം 2. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون. വാക്കർത്ഥം യാ അയ്യുഹല്ലദീന ആമനു, ഹേ വിശ്വസിച്ചവരെ, ലാ തർഫഉ, നിങ്ങൾ ഉയർത്തരുത്, അസ്വാതകും, നിങ്ങളുടെ ശബ്ദങ്ങൾ, ഫൗക സൗത്ത്, ശബ്ദത്തിന്റെ മീതെ, അന്നബിയ്യ, പ്രവാചകന്റെ നബിയുടെ, വലാ തജഹറു, നിങ്ങൾ ഉച്ചത്തിലാക്കുകയും അരുത്, ലഹു, അദ്ദേഹത്തോട്, ബിൽ ഖൗൽ, വാക്ക് കൊണ്ട്, വാക്കിൽ, കജഹരി ബഅദികും, നിങ്ങളിൽ ചിലർ ഉച്ചത്തിലാക്കുന്നത് പോലെ, ലിബഅദിൻ, ചിലരോട്, അൻ തഹ്ബത, ഫലശൂന്യമാകുന്നതിനാൽ, അഅമാലുക്കും, നിങ്ങളുടെ കർമ്മങ്ങൾ, വഅൻതും, നിങ്ങൾ, ലാ തശ്ഉറൂൻ, അറിയാതെ അറിയുന്നതുമല്ല. ഹേ വിശ്വസിച്ചവരെ, പ്രവാചകന്റെ ശബ്ദത്തിനു മീതെ നിങ്ങൾ നിങ്ങളുടെ ശബ്ദം ഉയർത്തരുത്. നിങ്ങളിൽ ചിലർ ചിലരോട് ഉച്ചത്തിൽ പറയുന്നത് പോലെ അദ്ദേഹത്തോട് വാക്ക് ഉച്ചത്തിലാക്കുകയും ചെയ്യരുത്. നിങ്ങൾ അറിയാത്ത നിലയിൽ നിങ്ങളുടെ കർമ്മങ്ങൾ ഫലശൂന്യമായി പോയേക്കുന്നത് കൊണ്ടത്രേ. 2-ാമത്തെ ആയത്തിന്റെ വിശദീകരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വെച്ച് സംസാരിക്കുമ്പോൾ അവിടുത്തെ ശബ്ദത്തെക്കാൾ കവിഞ്ഞ ശബ്ദത്തിൽ സംസാരിക്കുന്നതും അവിടുത്തോട് വല്ലതും പറയുമ്പോൾ തമ്മിൽ സംസാരിക്കാറുള്ള അത്ര ഉച്ചത്തിൽ സംസാരിക്കുന്നതും സത്യവിശ്വാസികൾക്ക് പാടില്ലാത്തതാണെന്നും അവരറിയാതെ തന്നെ അവരുടെ സൽക്കർമ്മങ്ങൾ ഫലശൂന്യമായി പോകുവാൻ അത് കാരണമായി തീരുമെന്നും അള്ളാഹു അറിയിക്കുന്നു. മുസ്ലിങ്ങൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങളുടെ ഒരു നേതാവെന്ന നിലക്ക് മാത്രം വീക്ഷിച്ചാൽ പോരാ. അവിടുന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ ശ്രേഷ്ഠനും ലോകർക്ക് മുഴുവനും അനുഗ്രഹവും മാർഗദർശനവുമായി അയക്കപ്പെട്ട ദൂതനുമാണെന്ന് കൂടി ഓർക്കേണ്ടതുണ്ട്. സാധാരണ നേതാക്കളോട് പോലും അവരുടെ അനുയായികൾ ഇത്തരം മര്യാദകൾ അവഗണിക്കുന്നത് ആക്ഷേപാർഹമാണല്ലോ. അപ്പോൾ തിരുമേനിയുടെ കാര്യത്തിൽ ഇതിന്റെ ഗൗരവം എത്രത്തോളം വമ്പിച്ചതായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്തിൽ തന്നെ പോലെ അതിനുശേഷവും നബിയെ കുറിച്ചുള്ള സംസാരങ്ങളിലും പരാമർശങ്ങളിലും ഇത്തരം മര്യാദകൾ ഗൗനിക്കപ്പെടേണ്ടതുണ്ട്. അവിടുത്തെ സ്ഥാനത്തിനും പദവിക്കും അനുയോജ്യമായ ഭാഷയിലും സ്വരത്തിലുമായിരിക്കണം അത്. അവിടുത്തോടുള്ള ആദരവ് സത്യവിശ്വാസത്തിൽ നിന്ന് ഉടലെടുക്കുന്നതും അനാദരവ് അവിശ്വാസത്തിൽ നിന്നും കാപട്യത്തിൽ നിന്നും ഉടലെടുക്കുന്നതുമാകുന്നു. തിരുമേനിയെ സംബോധന ചെയ്യുന്നതിലും തിരുമേനിയുടെ സദസ്സിൽ സമ്മേളിക്കുന്നതിലും വീട്ടിൽ പ്രവേശിക്കുന്നതിലുമെല്ലാം തന്നെ പ്രത്യേകം അച്ചടക്ക മര്യാദകൾ പാലിക്കേണ്ടതുണ്ടെന്ന് സൂറ നൂറിലും സൂറ അഹ്സാബിലും മറ്റും അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുള്ളത് ഇവിടെ സ്മരണീയമാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ അള്ളാഹുവിന്റെ ഈ കൽപ്പനകളെ എങ്ങനെ വിലയിരുത്തുന്നുവെന്ന് കാണിക്കുന്ന ചുരുക്കം ചില ഉദാഹരണങ്ങൾ ഇവിടെ അറിയുന്നത് നന്നായിരിക്കും. തമീം ഗോത്രക്കാരുടെ നിവേദ സംഘം തിരുമേനിയുടെ അടുക്കൽ വന്നപ്പോൾ അവരിൽ ആരെയാണ് അവരുടെ നേതാവായി നിശ്ചയിക്കേണ്ടത് എന്ന കാര്യത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. ഇതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ രണ്ടാളുടെയും ശബ്ദം കുറച്ച് ഉച്ചത്തിലായി പോയി. ഈ ഖുർആൻ വചനത്തിന്റെ അവതരണം ആ സന്ദർഭത്തിലായിരുന്നു. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുമ്പോൾ അത് കേട്ട് മനസ്സിലാക്കുവാൻ പോലും ചിലപ്പോൾ സാധിക്കാത്ത വരത്തക്ക വിധം അത്ര പതുക്കിയായിരുന്നു സംസാരിച്ചിരുന്നത്. ഈ സംഭവം ബുഖാരിയിലും മുസ്ലിമിലും കാണാം. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആകട്ടെ സ്വകാര്യ സംഭാഷണം നടത്തുവാൻ വേണ്ടി വന്ന ഒരാളെ പോലെയായിരുന്നു അത് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സംസാരിച്ചിരുന്നത് എന്നും നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. വല്ല നിവേദന സംഘവും വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറയുന്നതും അവിടുത്തോട് സംസാരിക്കുന്നതും എങ്ങനെയായിരിക്കണമെന്ന് അദ്ദേഹം മുൻകൂട്ടി അവർക്ക് അറിയിച്ചു കൊടുക്കുമായിരുന്നുവെന്നും പറയപ്പെടുന്നു. ഈ വചനം അവതരിച്ച ശേഷം സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്കുള്ള തന്റെ വരവ് നിർത്തുകയുണ്ടായി. വിവരമറിഞ്ഞ തിരുമേനി ആളയച്ച് സംഗതി അന്വേഷിച്ചു.
വിഷാദത്തിൽ മുഴുകിക്കൊണ്ടിരുന്ന അദ്ദേഹം പറഞ്ഞു, വളരെ ഉച്ചത്തിൽ സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ. തിരുമേനിയുടെ ശബ്ദത്തെക്കാൾ എന്റെ ശബ്ദം ഉച്ചത്തിലായി പോകാറുണ്ട്. ഇക്കാരണത്താൽ എന്റെ കർമ്മങ്ങൾ ഫലശൂന്യമായി പോയേക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇത് കേട്ടപ്പോൾ അദ്ദേഹം നല്ല നിലയിൽ ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സമാധാനിപ്പിക്കുവാൻ തിരുമേനി വീണ്ടും ആളയച്ചു. ഈ സംഭവവും ബുഖാരിയും മുസ്ലിമും റഹിമഹുമുള്ള ഉദ്ധരിച്ചിരിക്കുന്നു.